അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ അടുത്ത ദിവസം ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. പലരും ആ പ്രഭാഷണം കേട്ടതിന് ശേഷം എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഈ പ്രഭാഷണത്തെക്കുറിച്ച് എന്താണൊന്നും സംസാരിക്കാത്തത് എന്ന രീതിയിലാണ് പലരും എന്നോട് വിളിച്ച് സംസാരിച്ചത്. ഏതാണ് പ്രഭാഷണം എന്ന് ചോദിച്ചാൽ, ബഹുമാന്യനായ ചുഴലി അബ്ദുള്ള മൗലവി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന, വളരെ കാലങ്ങളായി മതപ്രഭാഷണ വേദികളിൽ ഉണ്ടായിരുന്നതാണ്. ആ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ അറിയുകയും ചെയ്തിട്ടുണ്ട്, പ്രഭാഷണ വേദികളിൽ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മറ്റൊരു വേദിയിലാണ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നതും പ്രഭാഷണങ്ങൾ ഉള്ളതും. ഒരു സംഘടനയുടെ ഒരു വക്താവ്, ഒരാളായി മാറിക്കൊണ്ടുള്ള പ്രഭാഷണമാണ് പിന്നീട് നടക്കുന്നത്. അതിനെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ ശരിയോ തെറ്റോ, അദ്ദേഹം സ്വീകരിച്ച രീതി ശരിയാണോ തെറ്റാണോ, അതൊന്നും അദ്ദേഹത്തെ പറഞ്ഞ് പഠിപ്പിക്കാൻ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ശരിയും തെറ്റുമൊക്കെ വേണ്ടുവോളം അദ്ദേഹത്തിന് ആവശ്യമുള്ളിടത്തോളം ഒക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം സംസാരിക്കേണ്ടതില്ല. മറിച്ച് അദ്ദേഹം ഈ അടുത്ത ദിവസം സംസാരിച്ച ഒരു വിഷയം പലരും എന്നോട് സംസാരിക്കാൻ പറഞ്ഞത്, ഇന്ന് വളരെ നാളുകളായി, മാസങ്ങളോ ആയി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാസങ്ങളോ ആയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കൊല്ലങ്ങളായി, പതിറ്റാണ്ടുകളായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന, മർദ്ദിച്ച് അവശനാക്കിക്കൊണ്ടിരിക്കുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന, സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ അടക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഫലസ്തീൻ ജനത. മുസ്ലിം എന്നോ മറ്റുള്ള കാഴ്ചപ്പാടൊക്കെ മാറ്റിയിട്ട് മനുഷ്യൻ എന്ന രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ വളരെ മൃഗീയമായ രീതിയിൽ, മനുഷ്യനോടല്ല, ഒരു ജീവിയോട് പോലും, ഒരു ജീവനുള്ള ഒരു ജീവിയോട് പോലും പെരുമാറാൻ പാടില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില അക്രമ പ്രവർത്തനങ്ങൾ അവയുടെ നടമാടി തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളേറെയായി. അത് ഫലസ്തീൻകാർ സത്യത്തിൽ അതിഥികളായി അവർ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഫലസ്തീനിൽ താമസിപ്പിച്ച ജൂതന്മാരാണ് അവരെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്നതും ആക്രമിക്കുന്നതും പതിറ്റാണ്ടുകളേറെയായി. അന്നു മുതൽ പലരും പല വിധത്തിൽ ഈ വിഷയത്തെ എതിർക്കുകയും ഗണ്ണിക്കുകയും ആ വിഷയം ശരിയല്ലെന്ന് പറയുകയും ഒക്കെ ചെയ്തെങ്കിലും, ലോകവ്യാപകമായി ലോക രാഷ്ട്ര തലവന്മാർ ഒന്നടങ്കം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ആളുകൾ ഒരുമിച്ച ഒരു വേദി ഉണ്ടായില്ല. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഹമാസ് ഈ ഫലസ്തീൻ ജനതയെ ജൂതന്മാർ, ഇസ്രായേൽ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന, മർദ്ദിക്കുന്ന, അകാരണമായി കൊല്ലുന്ന ആ കാഴ്ച കണ്ട് സങ്കടം വന്ന് മനുഷ്യത്വമുള്ള മനുഷ്യന്മാർക്ക് പറയാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എല്ലാവരും പറയാൻ തയ്യാറായി. ഏതാണ്ട് അറബ് ലീഗ് എന്നൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് കുറേ നാളുകളായെങ്കിൽ പോലും അവർ ഒരുമിച്ചിരുന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ഒരഭിപ്രായം പറഞ്ഞ് ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയാത്ത സാഹചര്യങ്ങൾ പലതും കടന്നുപോയത് നാം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഏകദേശം ഒക്കെ ഒരഭിപ്രായം, ഏകാഭിപ്രായം എന്ന രീതിയിൽ വരാൻ അവരും തയ്യാറായി. ലോകരാഷ്ട്രങ്ങൾ പൊതുവിൽ ഒറ്റപ്പെട്ട രീതിയിൽ അവരെ, ഈ ജൂതന്മാരെ, ഇസ്രായേലിനെ സഹായിക്കുന്നവരോ മനസ്സുകൊണ്ട് സഹായിക്കുന്നവരോ ഒക്കെ തുടക്കത്തിൽ ഉണ്ടായെങ്കിലും ഇപ്പോൾ ലോകത്തിലുള്ള മുഴുവൻ രാഷ്ട്രത്തലവന്മാരും നേതാക്കന്മാരും ഒക്കെ ഇസ്രായേലിയരെ വെറുക്കുകയും നിങ്ങൾ മനുഷ്യത്വമില്ലാത്തവരാണ്, മൃഗതുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീൻ ജനതയെ ആക്രമിക്കുന്നത് കണ്ടിട്ട് നിരാശ വന്ന്, സങ്കടം വന്ന്, മനുഷ്യത്വമുള്ള ആളുകളുടെ മനസ്സുണർന്ന് വേദന കൊണ്ട്
ആളുകൾ വീർപ്പ് മുട്ടി കഴിയുക. ആ സമയത്താണ് ബഹുമാന്യനായ നമ്മുടെ ചുഴലി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം നടത്തുന്നത്. മുസ്ലിം മരിച്ചു തീർന്നാലും, ഫലസ്തീന്റെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും ഖുദ്സിന്റെ മെഹ്റാബ് ഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ, അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ. ഖുദ്സിന്റെ നാലാലത്ത് അവരെത്തിച്ചൂടാ. ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ശരി, ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ശരി, ജൂതൻ ഖുദ്സിൽ കയറി കളിച്ചാലും ശരി. കാരണം നമുക്ക് സ്നേഹം അള്ളാഹിനോടാണ് ഫലസ്തീനികളെക്കാൾ, നമുക്ക് സ്നേഹം റസൂലിനോടാണ് ഫലസ്തീനികളുള്ളതിനേക്കാൾ, നമുക്ക് സ്നേഹം സഹബാക്കളോടാണ് ഫലസ്തീനികളെക്കാൾ. എന്നിട്ടും അങ്ങടി ചെയ്തിട്ട് കുരച്ചില്ലേ ഫലസ്തീനികൾക്ക് ഹമാസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്? ഇല്ല ഇല്ല കൂട്ടരെ ഇല്ല. ഇത് തിരിച്ചറിയാത്ത മുസൽമാൻ അപകടകാരിയാണ്. വലൗക്കാന സലഫിയൻ, അവൻ സലഫി അഡ്രസ് അറിയുന്നവനായാലും ശരി. പൊടിപടലങ്ങൾ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാഴ്ചവട്ടിൽ കുതിരയാണോ അതോ കഴുതയാണോ എന്ന്. വളരെ വികാരത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എന്താ പറയുന്നത്? ഖുദ്സ് എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ്, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ എന്ന് ഖുർആൻ പറഞ്ഞ് അല്ലാഹു ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗവും ബർക്കത്ത് ചെയ്തു. ആ ബർക്കത്ത് പ്രവാചകന്മാരുടെ ഖബറിടം ഉള്ളത് കൊണ്ടാണെന്ന് വ്യാഖ്യാതാക്കൾ എടുക്കുകയും ചെയ്ത ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പരിശുദ്ധ ഗേഹം മുസ്ലിം സമുദായത്തിൻ്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേഹങ്ങളിൽ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒന്നായ ആ ബൈത്തുൽ മുഖദ്ദിസിനെ സംബന്ധിച്ച് ഈ മൗലവി പറയുന്നത് നാം ഒന്ന് കേട്ടു നോക്ക്. എത്ര സങ്കടകരമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ സങ്കടമല്ല, അത് കേൾക്കുമ്പോൾ മുസ്ലിം മനസ്സിന്, മനുഷ്യത്വമുള്ള മനുഷ്യൻ്റെ മനസ്സിന് എത്ര സങ്കടം വരും എന്നൊന്ന് ഓർത്തു നോക്ക്. എന്താണ് അദ്ദേഹം പറയുന്നത്? ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ, കേട്ടില്ലേ, നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ ജൂതൻ കയറി കളിച്ചാലും ശരി, അത് ആവർത്തിച്ച് പറയുകയാണ്, ജൂതൻ കയറി കളിച്ചാലും ശരി, ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയാലും ശരി, ജൂതന്റെ പിടിയിൽ അമർന്നാലും ശരി, ഫലസ്തീനോ ഹമാസിനോ അങ്ങനെയുള്ള ആർക്കും അത് പോകാൻ പാടില്ല. അത് ജൂതൻ പിടിച്ചെടുത്താലും ഒരു വിഷമവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. എന്നാലും ഈ ഷിയാക്കൾക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഫലസ്തീന് ഹമാസിന് പാടില്ല, ഹമാസ് അതിൻ്റെ അകത്ത് കയറാൻ പാടില്ല, ഫലസ്തീൻ കയറാൻ പാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹമൊക്കെ ലോകത്തെക്കുറിച്ച് പറയുന്നവരും ലോക ചരിത്രങ്ങൾ വളരെ വ്യക്തമായി വിവരിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ ചെയ്ത് പ്രസംഗിച്ചു കിടന്ന പ്രഭാഷകനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ ജൂതൻ കയറി കളിച്ചാലും ശരി, അത് ജൂതൻ പിടിച്ചെടുത്ത് ജൂതൻ്റെതാക്കിയാലും ശരി, നമുക്ക് വിഷമമില്ല. ആർക്ക് വിഷമമില്ല? ആർക്കാണ് വിഷമമില്ലാത്ത? മനുഷ്യനെ കൊല്ലുന്നതിൽ, മനുഷ്യനെ കാരണമായി വധിക്കുന്നതിൽ വാങ്ങുകൊടുത്തോണ്ടിരിക്കുന്ന ആളെ വെറുതെ വെടിവെച്ച് കൊല്ലുക, നടന്നു പോകുന്ന ആളെ കൊല്ലുക, കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ നേരെ വെടിവെക്കുക, അവരുടെ തലയിലേക്ക് ബോംബിടുക, ആശുപത്രി കെട്ടിടങ്ങളിൽ രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുകൊണ്ട് താമസിക്കുന്ന, വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ട് മരുന്ന് കഴിച്ച് കഴിയുന്ന, രോഗം കൊണ്ട് വീർപ്പ് മുട്ടുന്ന, വിഷമിക്കുന്ന രോഗികളായി ആശുപത്രിയിൽ കിടക്കുന്ന ആ ആശുപത്രിക്ക് നേരെ ബോംബിട്ടുകൊണ്ട് രോഗികളായി മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന, അല്ലെങ്കിൽ വേദന കൊണ്ട് പുളയുന്ന ആളുകളെ ബോംബിട്ട് കൊല്ലുക, ആശുപത്രിക്ക് ബോംബിടുക, സ്കൂളുകൾക്ക് ബോംബിടുക, ക്യാമ്പുകൾ, അഭയാർത്ഥികളായി താമസിക്കുന്ന ക്യാമ്പിൽ വെടിവെക്ക് ബോംബിടുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നിരപരാധികളായ സാദാസീതാ മനുഷ്യന്മാരെ കൊല്ലല് തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി. ഇതിനെതിരെ ആരെല്ലാം ശബ്ദിക്കുന്നു, ഇതിനെതിരെ ആരെല്ലാം വേദനിക്കുന്നു, ഇതിനെതിരെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഒന്ന് ചെയ്ത് കിട്ടിയെങ്കിൽ എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു. ഇറാനായാലും വേണ്ടില്ല, ഇറാഖായാലും വേണ്ടില്ല, അമേരിക്ക ആയാലും വേണ്ടില്ല, ഏത് രാജ്യമാണെങ്കിലും ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും ഇതിന് ഈ ഇസ്രയേലിന് വിരുദ്ധമായി ഒന്ന് രംഗത്ത് വന്നിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമ്പോഴാണ് ഈ മൗലവിയുടെ കണ്ടുപിടുത്തം. ജൂതൻ പിടിച്ചെടുത്താലും ശരി, ഇവർക്ക് കൊടുക്കാൻ പാടില്ല, മെഹ്റാബിൽ കയറാൻ പാടില്ല, ഹമാസുകൾ കയറാൻ പാടില്ല.
ഫലസ്തീനികൾ ആ മെഹ്റാബിൽ കയറാൻ പാടില്ല. ആ മെഹ്റാബിൽ ആര് കയറിയാലും, ജൂതൻ കയറിയാലും, ജൂതന്റെ പിടിയിലായാലും, ജൂതൻ കളിച്ചാലും ബൈത്തുൽ മുഖദ്ദസ് ഒരിക്കലും ഇപ്പറയുന്നവർക്ക് കിട്ടാൻ പാടില്ല. ഇപ്പറയുന്നവർക്ക് അതിനകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പാടില്ല. എന്ത് തെമ്മാടിത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്? ഈ മനുഷ്യനൊക്കെ എന്ത് സംഭവിച്ചു പോയി? ഈ മനുഷ്യനൊക്കെ എന്തുകൊണ്ടിങ്ങനെ തല തിരിഞ്ഞു പോയി? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ചിന്താധാരയിലേക്ക് ഈ മനുഷ്യനൊക്കെ മാറിപ്പോയി? ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് വേറൊരു മനുഷ്യൻ പറഞ്ഞു, അവിടെ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് സൗദി അറേബ്യയാണ്. അത് വഹാബിയാണ് ഇവിടെ ഫലസ്തീനിൽ നടത്തുന്ന കുഴപ്പങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വഹാബിയാണ് എന്ന് ഒരു മൊയ്ലിയാർ പറഞ്ഞു കുറച്ച് നാൾ മുമ്പ്. ആ മൊയ്ലിയാർ പിന്നെ അതും ഇതുമൊക്കെ വിളിച്ചു പറയുന്ന ആളാണ്. എപ്പോഴും അതും പറയും ഇതുമൊക്കെ പറയുന്ന ആളെ പോട്ടെ എന്ന് കണക്കാക്കാം. ഇയാള് ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളാണെങ്കിലും, ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ആളാണെങ്കിലും കുറച്ച് കാര്യഗൗരവമുള്ള പ്രഭാഷണങ്ങൾ നടത്തി കൊണ്ടിരുന്ന ആളും ആ രീതിയിൽ ആളുകൾ വിലയിരുത്തുന്ന ഒരാളുമാണ്. അങ്ങനത്തെ ഇദ്ദേഹം എന്തേ ഇങ്ങനെ തലതിരിഞ്ഞു പോയി? എന്തേ ഇന്ന് ജൂതനേക്കാൾ ജൂതൻ കളിച്ചാലും ശരി ഇവർക്ക് കിട്ടാൻ പാടില്ലെന്ന കാഴ്ചപ്പാടിലേക്ക് എന്തുകൊണ്ടെത്തി? നിങ്ങളുടെയൊക്കെ കക്ഷിത്വം, നിങ്ങളുടെയൊക്കെ ഈ കക്ഷിത്വവും ഈ സംഘടിത സ്വഭാവവും സംഘടനാ സ്വഭാവവും രാഷ്ട്രീയ കാഴ്ചപ്പാടും ഒക്കെ ഇത്ര വിരോധത്തിലൂടെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടിങ്ങനെ വരുന്നു? ആലോചിക്കേണ്ടതുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് ആരാണ്? ആരുടേതാണ്? എന്താണ് ഫലസ്തീൻ പ്രശ്നം? ഫലസ്തീനിൽ ഇപ്പോൾ നിൽക്കുന്ന എന്താണ്? ഫലസ്തീനിൽ ജൂതൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇസ്രയേൽ കൊല്ലുന്നത് ആരെയാണ്? തകർത്തുകൊണ്ടിരിക്കുന്നത് ആരെയാണ്? മനുഷ്യരെയല്ലേ? മനുഷ്യ കുഞ്ഞുങ്ങളെയല്ലേ? മനുഷ്യരായ രോഗികളെയല്ലേ? മനുഷ്യർ താമസിക്കുന്ന ക്യാമ്പിനെയല്ലേ? മനുഷ്യർ താമസിക്കുന്ന ആശുപത്രിയല്ലേ? മനുഷ്യർ പഠിക്കുന്ന സ്കൂളിനെയല്ലേ? മനുഷ്യരുടെ ആരാധനാലയങ്ങളല്ലേ? എന്തിനേറെ മനുഷ്യനെയല്ലേ? മുസ്ലിം ഉള്ളത് മാറ്റി നിർത്ത്. ആ മനുഷ്യനെ ഈ ഇസ്രായേലികള്, ഈ ക്രൂരന്മാര്, ഈ നരഭോജികള് ഇത്ര ക്രൂരമായി മർദ്ദിക്കുമ്പോൾ, കൊല്ലുമ്പോൾ, കൊല വിളിക്കുമ്പോൾ, ആ കൊലയുടെ പേരിൽ നൃത്തം ചെയ്ത് ആഹ്ലാദിക്കുമ്പോൾ ആണ് മൗലവി താങ്കൾ ഈ വാക്ക് പറയുന്നത്. മുസ്ലിം ലോകത്തിന്റെ, മുസ്ലിം മനസ്സിന്റെ നെഞ്ചത്തിറക്കിയ, ആഴത്തിലിറക്കിയ കഠാരിയാണ് താങ്കളുടെ പ്രഭാഷണം എന്ന് താങ്കൾ ഓർക്കേണ്ടത് നന്നായിരിക്കും. കാരണം താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഒരു ജൂതനെ സംരക്ഷിക്കുക മാത്രമല്ല, ഇസ്രായേലിന് വേണ്ടി വാദിക്കുക മാത്രമല്ല, താങ്കൾ ചെയ്തത് ഇന്ന് ജീവിക്കുന്നതും ഇനി വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതുമായ മുസ്ലിം വികാരങ്ങളെ, മുസ്ലിം മനസ്സിനെ, മുസ്ലിം മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരമായ ചില സംസാരങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്ര ക്രൂരമാകാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? മുസ്ലിം പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്ന താങ്കൾക്ക് എങ്ങനെ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ ജൂതൻ എത്ര കളിച്ചാലും ശരി ഇവർക്ക് ഈ ഫലസ്തീനികൾക്ക് മെഹ്റാബ് പ്രവേശനം കൊടുക്കരുത് എന്ന് പറയാൻ മാത്രം ഇസ്രയേലിന് വേണ്ടി വാദിക്കുന്ന, ഇസ്രയേലിന് വേണ്ടി പ്രഭാഷണം ചെയ്യുന്ന ഒരു ജൂതനായും കൊണ്ട് താങ്കൾക്ക് എങ്ങനെ അധപ്പതിക്കാൻ കഴിഞ്ഞു? എന്തിനു വേണ്ടിയാണിത്? ഇവിടെ പലരും പറയുന്നുണ്ട്. ചിലർക്കൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, ചിലർക്കൊക്കെ BJPയോട് അനുകൂലം കാണിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ പല കാഴ്ചപ്പാടുമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാഴ്ചപ്പാടാണ്. എന്താണ് നിങ്ങളുടെ വിഷയം? എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങളിത് പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചിട്ടാണോ പറഞ്ഞത്? മുസ്ലിം ലോകം മുഴുവൻ ഇസ്രായേലിനെതിരാണെന്ന് മനസ്സിലാക്കണം. മുമ്പുള്ള കാര്യമല്ല, ഇന്നത്തെ കാഴ്ചപ്പാടിൽ ലോകം മുഴുവനും ഇസ്രായേലിനെതിരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ജൂതനെ എതിരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ജൂതൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഫലസ്തീനും മനുഷ്യ മനസ്സിന്റെ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുക. ഹമാസിന് മനുഷ്യ മനസ്സിന്റെ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുക. ഫലസ്തീന് മനുഷ്യ മനസ്സിന്റെ ഇഷ്ടവും സ്നേഹവും ലഭിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുക ഫലസ്തീൻ. മറിച്ച് ഇസ്രായേൽ ലോകത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ഇസ്രായേലിന് അനുകൂലമായി ജൂതന് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എക്കാലവും
വെറുക്കപ്പെട്ട ജൂത വിഭാഗത്തിന് ഏണി വെച്ചു കൊടുക്കുന്ന അനുകൂലമെന്ന് തോന്നുന്ന പ്രഭാഷണം നടത്താൻ താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഈ വേഷവും ധരിച്ചുകൊണ്ട് താങ്കൾ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ പറഞ്ഞതിനെ കുറിച്ച് വീണ്ടും ഒരു ആലോചന നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ബഹുമാന്യനായ ചുഴലി മൗലവിയോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനികൾക്ക്, ഫലസ്തീൻ ജനതയ്ക്ക് മോചനം നൽകി അവരുടെ ഇസ്സത്ത് അല്ലാഹു കാത്തു സൂക്ഷിക്കട്ടെ. ഫലസ്തീൻ ജനതയ്ക്ക്, അതോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് ആരുടേതാണോ അള്ളാഹുവിൻ്റെതാണ്. അതിൽ ആരൊക്കെയാണോ ആരാധിച്ചത്, അത് ആരുടെയൊക്കെ കയ്യിലാണോ അള്ളാഹുവിൻ്റെ റസൂല് മെഹ്റാജ് നടത്താൻ പോയ സ്ഥലം, ആരംഭിച്ച അതൊക്കെ മുസ്ലിം മനസ്സിലേക്ക് തിരിച്ചു വരാൻ, മുസ്ലിം കരങ്ങളിലേക്ക് തിരിച്ചു കിട്ടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരസ്പരം കീരിയും പാമ്പുകളായി അടുക്കില്ല, മിണ്ടില്ല, കാണില്ല എന്നൊക്കെ പറഞ്ഞ അറബ് രാഷ്ട്രങ്ങൾ പോലും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാനെങ്കിലും തയ്യാറായ സമയമാണിത്. ആ സമയത്തും താങ്കളെപ്പോലെയുള്ളവർ ഇങ്ങനെ ചിന്തിക്കുന്നല്ലോ. അള്ളാഹു നമുക്കൊക്കെ നേരായ മാർഗം കാണിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.